കോൺവെക്സ് ഫങ്ഷൻസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ എൽ പി പി സ്റ്റാർട്ട് ചെയ്തു. എൽ പി പിയിൽ നമ്മൾ എങ്ങനെയാണൊരു എൽ പി പി ഒരു ചെറിയ കേസ് ടു വേരിയബിൾ കേസ് നമ്മൾ സോൾവ് ചെയ്തു. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക് സൊല്യൂഷൻ എന്താ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ബേസിക് സൊല്യൂഷൻ കാണുക എന്നുള്ള കാര്യം, അതുപോലെ എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് സൊല്യൂഷൻ വിച്ച് ഇസ് ആക്ച്വലി ഫീസിബിൾ സൊല്യൂഷൻ കൂടെ ആകുമ്പോൾ അതിനെ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് 2 റിസൾട്ട്സ് കണ്ടു. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കാണ്, അത് സിംപ്ലെക്സ് മെത്തേഡ് എന്നിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ വേരിയബിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ എൽ പി പി സോൾവ് ചെയ്യാൻ നമ്മൾ സിംപ്ലെക്സ് മെത്തേഡാണ് ഉപയോഗിക്കുക. ശരിക്കും അത് പറയുമ്പം ഞാൻ ചെറിയൊരു ഐഡിയ പറയാം, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ആ ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഏരിയ ഒരു കോൺവെക്സ് റീജിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. സം റീജിയൻ വി ആർ ഫൈൻഡിങ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെർട്ടെക്സസിലാണ് നമുക്ക് എന്ത് കിട്ടുക, സൊല്യൂഷൻസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ വെർട്ടിസസിലാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ അപ്പോൾ ഇതൊരു കോൺവെക്സ് റീജിയൻ ആയിരുന്നു നമുക്ക് കിട്ടിയ അന്നൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പം ആ ടു വേരിയബിളിൻ്റെ എൽ പി പി നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റീജിയൻസ് എല്ലാം കോൺവെക്സ് റീജിയൻസ് ആയിരുന്നു. അപ്പം ഇത് R2-ലൊരു കോൺവെക്സ് സെറ്റാണ് അല്ലേ. R2 ഒരു കോൺവെക്സ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 പോയിന്റ്സ് എടുത്താലും അതിൽ തമ്മിലുള്ള കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈ സെറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലാംഡ എടുക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. അങ്ങനെ ഈ സെറ്റിലുള്ള ഏത് 2 പോയിന്റ് എടുത്താലും ആ 2 പോയിന്റ്സ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് എല്ലാം ഈ സെറ്റ് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കോൺവെക്സ് സെറ്റ് എന്ന് വിളിക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ 2 ഡയമെൻഷണൽ കേസിലാണ്. ഇപ്പോൾ 3 ഡയമെൻഷണൽ കേസിലോ അല്ലെങ്കിൽ ഇപ്പോൾ 3 വേരിയബിൾസ് ഉള്ള ഒരു എൽ പി പി സോൾവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 4 വേരിയബിൾസ് 5 വേരിയബിൾസ് 10 വേരിയബിൾസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം നമ്മൾ അവിടെയും ശരിക്കും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോൺവെക്സ് റീജിയൻ തന്നെയായിരിക്കും. പക്ഷേ അതിനെ നമ്മൾ വിളിക്കുക ഒരു പോളിടോപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, പോളിടോപ്പ് എന്ന് വിളിക്കും. നമ്മൾ പോളിഗൺ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ജനറലൈസേഷൻ ഐഡിയയിൽ പോളിടോപ്പ് എന്ന് വിളിക്കും. അത് എത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എന്താ പറയുക, അതിപ്പോൾ നമ്മൾ R2-ൽ പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക കോൺവെക്സ് റീജിയൻ. ഇതിൻ്റെ വെർട്ടിസസ് എന്ന് പറയുന്നത് ഈ മൂലകളാണ് നമ്മൾ വെർട്ടിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ ശരിക്കും അത് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഫോർ എക്സാമ്പിൾ 3 ഡയമെൻഷനൊക്കെ ആണെങ്കിൽ നമ്മളെ സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ എന്ന സെറ്റ് ചിലപ്പം ഇങ്ങനത്തെ ഒരു പ്രിസം പോലെയൊക്കെ ചിലപ്പോൾ ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ആ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. ഓക്കെ, അതിൻ്റെ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതൊക്കെ അതിൻ്റെ വെർട്ടിസസ് വരിക, അതിൻ്റെ മൂലകൾ, അതിൻ്റെ ഒരു കോർണർ പോയിന്റ്സ്. ഇതിൻ്റെ അകത്തുള്ള ഈ പ്രശ്നത്തിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റ്സും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എൽ പി പിന് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ഇതിനൊക്കെ നമ്മൾ പോളിടോപ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പം പല ടൈപ്പ് ഓഫ് സംഭവം. പക്ഷേ ആ കിട്ടുന്ന സംഭവം ഇങ്ങനെ കണ്ടാൽ മതി, ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ പോയിന്റ്സും അതിൻ്റെ അകത്തുള്ള ഏത് 2 പോയിന്റ് എടുത്താലും അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിഗേഴ്സ്. ഫോർ എക്സാമ്പിൾ പോളിടോപ്സ്, അതായത് അങ്ങനത്തെ ഒരു ഫിഗർ ഒരു n ഡയമെൻഷണൽ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ കണ്ടില്ല. ഇങ്ങനത്തെ ഫിഗേഴ്സൊക്കെ നമ്മൾ അതായത് എടുത്ത് തന്നെ എടുക്കാം. നിങ്ങൾക്ക് പ്രിസം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പ്രിസം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതേപോലെ ഉള്ള ഒരു
ഡയമെൻഷണൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ എടുത്ത സാധനം ഇതൊരു ബോൾ പോലെയാണ്, പക്ഷേ ബോളല്ല എക്സാക്ട്ലി, ഒരു ഇതിന് നമ്മൾ പോളിടോപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പോയിന്റ് ഞാൻ അത് ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിനും കുറേ കോർണർ പോയിന്റ്സ് ഉണ്ട് അല്ലേ. നിങ്ങൾ നോക്ക്, ഫിഗർ ഓപ്പൺ ആവുന്നുണ്ട്. അതെ, ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ട്, ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്. ഓക്കെ, എൻ്റെ ഈ കേഴ്സർ നിങ്ങൾ കാണുന്നുണ്ടോ? കൈയിൻ്റെ പോലത്തെ കേഴ്സർ, അത് ശ്രദ്ധിക്കുക. ഇതൊരു കോർണർ പോയിന്റ് ആണ്. അങ്ങനെ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ കോർണർ പോയിന്റ്സ് ആണ്. കോർണർ പോയിന്റ്സിലാണ് ശരിക്കും നമ്മളെ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു LTP സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ സ്പേസ്, ഇപ്പോൾ R2 നമുക്കറിയാം ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും, ഒരു കോൺവെക്സ് സെറ്റ് നമുക്ക് കിട്ടിയ അവിടെ. പക്ഷേ RNലൊക്കെ പോകുമ്പം ഇതുപോലെയൊക്കെ അവിടുത്തെ കോൺവെക്സ് സെറ്റ്സ് വരും. അപ്പം ഇതിൻ്റെ അകത്തുള്ള 2 പോയിന്റ്സ് നമുക്ക് ആലോചിച്ചറിയാം. ഈ ഒരു കാണുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് 2 പോയിന്റ്സ് എടുത്ത് അത് തമ്മിലുള്ള കോൺവെക്സ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ പോയിന്റ്സും കിട്ടും. 2 പോയിന്റ്സ് എടുക്ക് വരുന്ന എല്ലാ പോയിന്റ്സും. അപ്പോൾ അതുപോലെ ആണ് നമുക്ക് സൊല്യൂഷൻസ് വരിക. അപ്പോൾ R2ൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ RNൻ്റെ കേസിലൊക്കെ ഇങ്ങനത്തെ ഒരു ഒബ്ജക്ട്സാണ് വരിക. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റ്സും, അത് ഇതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് ആയിരിക്കും നമ്മളെ ആ LPPൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യണം, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ സൊല്യൂഷൻസാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് എല്ലാം കൂടി അടങ്ങുന്ന ആ പോയിന്റ്സ് അടങ്ങുന്ന ആ റീജിയനാണ് നമ്മളെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഇപ്പോൾ ഫീസിബിൾ റീജിയൻ ഉണ്ടാവുക. അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്ന ടെക്നിക്ക് എന്താ വെച്ചാൽ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചപ്പം, വെൻ വി സ്റ്റഡി ഗ്രാഫിക്കൽ മെത്തേഡ്, അവിടെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ കോൺവെക്സ് റീജിയൻ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്സിലാണ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുക, വേർട്ടിസസിൽ. ഇത് നമ്മൾ വേർട്ടിസസ് എന്ന് പറയും. ഈ വേർട്ടിസസിലാണ് നമ്മൾ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ പോളിടോപ്സിലേക്ക് പോകുമ്പോൾ പോളിടോപ്സിൻ്റെ വേർട്ടിസസിലേക്കും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം. അപ്പം 2 ഡയമെൻഷണൽ കേസിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാം, പക്ഷേ 3 ഡയമെൻഷണൽ ഡെബോ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, 3 ഡയമെൻഷണൽ ഡെബോ ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. OR കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, OR സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സബ്ജക്ട്സിൽ വരുന്ന സബ്ജക്റ്റാണ്, അല്ല ഒരു ഏരിയ ആണ് സിംപ്ലക്സ് മെത്തേഡ്. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഫോർ എനി നമ്പർ ഓഫ് വേരിയബിൾസ് വി ക്യാൻ യൂസ് ഇറ്റ്. അതിനാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്തപ്പോൾ നമ്മൾ മാനുവലി ചെയ്തു. എന്താ നമ്മൾ മാനുവലി ചെയ്ത്, നമ്മൾ ആദ്യം ഈ എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്ത് എഴുതി വെക്കും എന്തൊക്കെയാണ് പോയിന്റ്സ്. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് Z വാല്യൂ കണ്ടുപിടിക്കും, അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കും. ഇതിപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇതിലുള്ള മിനിമം ഏതാണെന്ന് നോക്കും, അതാണ് ഉത്തരം വരിക. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഈ കാണുന്ന ഏതാ മാക്സിമം നോക്കും, അതാണ് ഉത്തരം വരിക. അതുപോലെ നമ്മൾ ചെയ്യും. പക്ഷേ ഒരു n ഡയമെൻഷണൽ കേസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു n വേരിയബിൾസ് അല്ലെങ്കിൽ ഒരു 10 വേരിയബിൾസ് 15 വേരിയബിൾസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങനത്തെ ഒരു LPP നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺവെക്സ് പോളിടോപ്പ് ആയിരിക്കും നിങ്ങളുടെ റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട പോലത്തെ ഒരു റീജിയൻ ആയിരിക്കും, ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് എല്ലാം അതിൻ്റെ സൊല്യൂഷൻസ് ആണ്, നിങ്ങളെ LPPൻ്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് പറയുമ്പോൾ എന്താ വരിക, ഇതിൻ്റെ വെർട്ടെക്സ് എന്താ വരിക, ഇത് 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഒരു 3 ട്യൂപ്പിൾ അല്ലേ വരിക? സാർ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഓ, എനിക്ക് എൻ്റെ വോയിസ് ഓഫായിരുന്നു തോന്നുന്നു അല്ലേ നേരം. ഒന്നും ഇതുവരെ കേട്ടില്ല ഞാൻ പറഞ്ഞ പോളിടോപ്പ് നോക്കുന്നൊക്കെ ഇപ്പോൾ കേട്ടോ? ഗൂഗിൾ സെർച്ച് ചെയ്താലും ഒന്നും കേട്ടില്ല. ഓക്കെ. അതെ, അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു മിനിറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ 2 ഡയമെൻഷണൽ സോൾവ് ചെയ്തപ്പം നമുക്കൊരു കോൺവെക്സ് റീജിയൻ കിട്ടി, R2 റീജിയൻ കിട്ടി. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതിൻ്റെ വേർട്ടിസസ് ആണ് നമ്മൾ
സൊല്യൂഷൻ സ്പേസ് ആക്കി എടുക്കുക, സൊല്യൂഷൻസ് ആക്കി എടുക്കുക. അതായത് ഇതിൻ്റെ വെർട്ടിസസ്, ഈ കാണുന്ന വെർട്ടിസസ് ആണ് സൊല്യൂഷൻ ആക്കി വരിക. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ആ എല്ലാ പോയിന്റ്സും കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്യും, എഴുതി വെക്കും. ആ ഓർഡേഡ് പേഴ്സ് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ട് ആ ഓരോ പെയറിലും നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ നോക്കും. എന്നിട്ട് അതിൽ ഏതാണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഏതാണോ മിനിമം അതായിരിക്കും ഉത്തരം വരിക. ഈ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഏതാണോ മാക്സിമം അതായിരിക്കും ഉത്തരം വരിക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പം ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം ഇവിടെ കാണുന്നില്ല? ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഇതുപോലെ 2 ഡയമെൻഷണൽ കേസ് എടുക്കുമ്പം, അതായത് നമ്മൾ 2 വേരിയബിൾസിൻ്റെ കേസ് എടുക്കുമ്പം ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ആ കിട്ടുന്ന മിനിമം വാല്യൂ ഇപ്പം 2, 5, -7, 3 എന്നൊക്കെ കിട്ടുമ്പോൾ മിനിമം വാല്യൂ -7 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -7 ആണ്. അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ത്രീ വേരിയബിൾസ് ആൻഡ് എബോവ് നമുക്ക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, അതിനൊരു മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു റീജിയൻ, ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ എന്നാൽ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് SF എന്ന റീജിയൻ. SF നമ്മൾ ഡിനോട്ട് ചെയ്യാം, ഫീസിബിൾ റീജിയൻ. സെറ്റ് എസ് കണ്ടെയ്നിങ് കംപ്ലീറ്റ്ലി ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ LPP. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ മിനിമൈസേഷൻ f(x) അല്ലെങ്കിൽ മാക്സിമൈസേഷൻ f(x) സബ്ജക്ട് ടു കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവും ആൻഡ് സം നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇതിൽ വരിക, ഈ കോൺവെക്സ് സെറ്റിൽ വരിക. അപ്പോൾ അതായിരിക്കും നമ്മൾ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ നമ്മളെ സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ SF എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ആയിരിക്കില്ല, ഒരു n ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 3 ഡയമെൻഷനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു പ്രിസം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഏത് പോയിന്റ്സ് എടുത്താലും ഈ പ്രിസം ആ 3D ഒബ്ജക്റ്റ് തന്നെ മനസ്സിൽ കാണുക. ആ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റ്സും അതിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും, അത് ഫീസിബിൾ സൊല്യൂഷൻസ് ആയിരിക്കും. അതുപോലെ ഇവിടെയും നമ്മളെ ഈ റീജിയൻ്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞാൽ ഈ വെർട്ടിസസിൽ മാത്രമേ വരിക. ഇതിൻ്റെ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോർണർ പോയിന്റ്സ്, ഈ സൊല്യൂഷൻസ് വരിക ഈ കോർണർ പോയിന്റ്സിലേക്ക്. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ n ഡയമെൻഷണൽ കേസ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഗൂഗിളിൽ കാണിച്ച പോളിടോപ്സ്, അതായത് ഇതൊക്കെ പോളിടോപ്സ് ഈ മോഡൽ വരുന്നതല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ഇത് പോളിടോപ്സ് ആണ്. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കോർണർ പോയിന്റ്സ് കാണാം. എൻ്റെ കേസർ നോക്കുക, ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്, അതുപോലെ ഇതൊരു കോർണർ പോയിന്റ് ആണ്, അങ്ങനെ. അപ്പം ഈ കോർണർ പോയിന്റ്സിലൊക്കെ ആയിരിക്കും സൊല്യൂഷൻസ് വരിക. അപ്പോൾ ഈ സിംപ്ലക്സ് മെത്തേഡ് ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം ഇപ്പോൾ ഈ 2 ഡയമെൻഷണൽ കേസിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ നേരിട്ട് കണ്ടുപിടിക്കുക ചെയ്യുക. നമ്മൾ നേരിട്ട് ഈ എന്താ പറയുക, വെർട്ടിസസ് എടുത്തിട്ട് നമ്മൾ പറയും ഈ വെർട്ടിസസ് നമ്മൾ ടാബുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ വെർട്ടിസസിലുള്ള ഇതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും. സിംപ്ലക്സ് മെത്തേഡ് എന്നാൽ ശരിക്കും ഒരു ഐറ്ററേറ്റീവ് മെത്തേഡാണ്. നമ്മളൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ആദ്യം എടുക്കും. നമ്മളെ ഈ കാണുന്ന LPPൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തിട്ട് എന്നിട്ട് പതുക്കെ നമ്മൾ ആ സൊല്യൂഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ആ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ശരിക്കും സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഒരു വെർട്ടെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഒരു സൊല്യൂഷൻ എന്ന വെർട്ടെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ മെത്തേഡ് എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ പതുക്കെ ഇതിൽ ഏതാണോ ആ ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ, ഓക്കെ, അതിലേക്ക് പതുക്കെ നീങ്ങി വരും. അതായത് ഒരു വെർട്ടെക്സിന് അടുത്ത വെർട്ടെക്സിലേക്ക് ചാടും, അടുത്ത സ്റ്റെപ്പിൽ ആ വെർട്ടെക്സിന് വേറെ വെർട്ടെക്സിലേക്ക് ചാടും, അടുത്ത സ്റ്റെപ്പിൽ ആ വെർട്ടെക്സിന് വേറെ വെർട്ടെക്സിലേക്ക്, സപ്പോസ് ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സാക്ട് സൊല്യൂഷൻ എന്നാൽ ഇതിലേക്ക് എത്തും. അങ്ങനെയാണ് ആ സിംപ്ലക്സ് മെത്തേഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുന്നതെന്നെല്ലാം പറയാം.
അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും ഇന്ന് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി. അപ്പം ഇതിന് മുമ്പേ ജസ്റ്റ് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പോകാം. അതെ, എന്താണ് ഒപ്റ്റിമൽ, അപ്പോൾ പറഞ്ഞു ആ കീവേഡ് ഞാൻ പറഞ്ഞു, എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഇത്രയേ ഉള്ളൂ. നമ്മളെ പ്രോബ്ലം ഇതാണ്, LPP ഇതാണ്, മിനിമൈസ് എഫ് ഓഫ് എക്സ് സബ്ജക്ട് ദ കൺസ്ട്രെയിൻസ്. ഇതൊരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടാവുക ഒരു LPPൻ്റെ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു എന്താണ് സ്റ്റാൻഡേർഡ് ഫോം. അതൊന്നുമില്ല, നമ്മളെ മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ മിനിമൈസേഷൻ ഫംഗ്ഷൻ ആക്കി മാറ്റുക. അതുപോലെ നമ്മളെ കൺസ്ട്രെയിൻസ് ലെസ് ഈക്വൽ ടു വെക്കണമെങ്കിൽ അതിനേക്കാൾ ഈക്വൽ ടു വെക്കാം. അപ്പം കൺസ്ട്രെയിൻസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, x1 + x2 ലെസ് ഈക്വൽ ടു 2, x1 + 2x2 > 3 എന്നാണ് കൺസ്ട്രെയിൻ്റ് ഉള്ളത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നമ്മൾ ഈക്വാലിറ്റി ആക്കി മാറ്റും. അപ്പം ഇത് ലെസ് ഈക്വൽ ടു അതിനെ കൊണ്ട് ഒരു സംഭവം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഈക്വൽ ടു ആക്കാം. അതിന് നമ്മൾ സ്ലാക്ക് വേരിയബിൾ എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ > അതിനെ കൊണ്ട് ഒരു വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ അത് ഈക്വൽ ടു 3 ആവും. ഇതിന് നമ്മൾ സർപ്ലസ് വേരിയബിൾ എന്ന് വിളിക്കുന്നു. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ? എങ്ങനെ എഴുതാൻ പറ്റും മെട്രിക്സ് ഫോമിൽ? 1 1 1 1 2 1 0 x4 ആണ് എടുത്തല്ലേ, x3 എടുക്കാം, അത് കുഴപ്പമില്ല, വേരിയബിൾ മാറിപ്പോയതാണ്. സോ വിൽ ടേക്ക് x3 ആൻഡ് x4. അപ്പോൾ 1 0 0 -1 ഇത് മെട്രിക്സ് ഇൻറ്റു x1 x2 x3 x4 ഈക്വൽ ടു 2 3 എന്ന് കിട്ടും. അതായത് ഈ കാണുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതി, അതായത് സം AX = B ഫോമിൽ എഴുതി. അതാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം AX = B ഫോമിൽ എഴുതുക. പിന്നെ നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അതായത് ഈ x1 x2 x3 x4 എല്ലാം > 0 ആയിരിക്കണം. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ്, ഈ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിനാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. എല്ലാ പോയിന്റ്സ് എടുക്കുന്ന റീജിയനെ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കും. എന്നിട്ട് അതിന് നമ്മൾ SF എന്ന് ഡിനോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ 2 ഡയമെൻഷൻ്റെ കേസിൽ ആ ആ ഒരു റീജിയൻ നമുക്ക് സൊല്യൂഷൻ സെറ്റ് കിട്ടിയില്ല, അതുപോലെ അതാണ് SF ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ 2 റിസൾട്ട്സ് പറയാനുള്ളത് വെച്ചാൽ, ഇഫ് SF ഇസ് എ നോൺ എംപ്റ്റി, അതായത് SF എന്ന് പറഞ്ഞാൽ ആ റീജിയൻ, നമ്മൾ സൊല്യൂഷൻ സ്പേസ് ആ റീജിയൻ, ഇഫ് ഇറ്റ് ഇസ് നോൺ എംപ്റ്റി, the bijective function f of x has either an unbounded minimum or it is a minimum at a vertex of SF. ഒന്നെങ്കിൽ അതായത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ് നമ്മളെ സ്റ്റാൻഡേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമൈസേഷൻ ആക്കി എഴുതി വെക്കണം. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ മിനിമൈസേഷൻ ആക്കണം, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ തിയറം 4 പറയുന്നത് വെച്ചാൽ നമ്മളെ SF, അതായത് നമുക്ക് കിട്ടുന്ന റീജിയൻ, നമ്മൾ 2/2 സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു റീജിയൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറേ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട്. ഇതിന് നമ്മൾ SF എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ എത്രയും മനസ്സിലാക്കാം, ഈ SF നോൺ എംപ്റ്റി ആണെങ്കിൽ ദ ബൈജക്റ്റീവ് ഫംഗ്ഷൻ f of x ഹാസ് ഐദർ an unbounded minimum, ഒന്നുകിൽ അതിനൊരു അൺബൗണ്ടഡ് മിനിമം ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് മിനിമം അറ്റ് ദ വെർട്ടിസസ് ഓഫ് SF. ഇതെന്താ പറഞ്ഞാൽ, ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇതിൻ്റെ മിനിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഈ വെർട്ടിസസിലേക്കും വരും, ഒന്നെങ്കിൽ ഈ വെർട്ടിസസിൽ വരും, ഈ വെർട്ടിസസിലേക്ക് വരും. അതായത് ഇറ്റ് ഈസ് മിനിമം അറ്റ് ദ വെർട്ടെക്സ് ഓഫ് SF. വെർട്ടെക്സ് ഓഫ് S എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പോയിന്റ്സ് ഓഫ് SF. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് ഈ എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ കോർണർ പോയിന്റ്സ്, ഇത്രയേ ഉള്ളൂ, അധികമൊന്നും മനസ്സിലാക്കാനില്ല. ഈ കോർണർ പോയിന്റ്സ്, ഇതിനാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർട്ടിസസിലായിരിക്കും സൊല്യൂഷൻ്റെ ഒപ്റ്റിമൽ വാല്യൂ വരിക, ഇല്ലെങ്കിൽ അൺബൗണ്ടഡ് ആയിരിക്കും. അൺബൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇവിടെ നോക്കുക, നമുക്ക് സപ്പോസ് ഇങ്ങനെയാണ് നമ്മളെ 3 ഇക്വേഷൻസ് വിചാരിക്കാം. ഇതൊരു കൺസ്ട്രെയിൻ്റ് ആണ്, ഈ നീല വേറൊരു കൺസ്ട്രെയിൻ്റ് ആണ്, ഇത് വേറൊരു കൺസ്ട്രെയിൻ്റ് ആണ്. ഇത് 2 ഡയമെൻഷനിലാണ് ഞാൻ പറയുന്നത്. ആൻഡ് സപ്പോസ് നമുക്ക് കിട്ടുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ താഴോട്ട് കാണുന്ന ഈ മഞ്ഞ മൊത്തം താഴോട്ട് പോകുന്ന ഫുൾ റീജിയൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം കാണുമ്പോൾ ആ പോയിന്റ് എവിടെയാണ് വരിക? അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂൻ്റെ മിനിമം വരിക. അതായത് ഇങ്ങനെ താഴോട്ട് പോകും, മൊത്തം ഈ സ്പേസ് താഴോട്ട് ഇങ്ങനെ പോവുകയാണ് ഈ ബൗണ്ടിൽ, ഇങ്ങനെ ഇതിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും വരിക? സപ്പോസ് ഫംഗ്ഷൻ ഈസ് മിനിമൈസ് f of x equal to x1 പ്ലസ് x2, അങ്ങനെ ആണെങ്കിൽ എന്താ വരിക? അതായത് നമ്മൾ റീജിയൻ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളെ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് പോകുന്നത്. അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ പോവുകയാണ്, ഫുൾ പ്ലെയിനിൽ ഇങ്ങനെ പോവുകയാണ് താഴോട്ട്. അതേപോലെ
ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് ഒക്കെ ലൈൻസ് ആണ്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അതുപോലെ ഇവിടെ ഇങ്ങനത്തെ ഒരു ബ്രേക്കിംഗ് കൂടി ഉണ്ട്. അതായത് ഈ കാണുന്ന മൊത്തം ആണ് നമ്മളെ റീജിയൻ. അങ്ങനെ താഴോട്ട് പോകുന്ന അൺബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ, താഴോട്ട് പോകണം, അൺബൗണ്ടഡ് ആണത്. അപ്പോൾ ആ റീജിയനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ ചെയ്യേണ്ടായിരുന്നു, അവിടെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ അതിൻ്റെ കോർണർ പോയിന്റ്സ് എടുക്കും, എന്നിട്ട് അവിടെയാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഏത് പോയിന്റ്സിനായിരിക്കും ഇതിന് മിനിമം വാല്യൂ വരിക? ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പ്ലെയിനിൽ R2 പ്ലെയിനിൽ ഒരു പെയർ ആയിരിക്കും, അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കണ്ടു. പിന്നെ താഴോട്ടൊരു പോയിന്റ് എടുത്തു, അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ കണ്ടു. ഏതായിരിക്കും മിനിമം വരിക? ഇത് R2 പ്ലെയിൻ ആണെങ്കിൽ ഇത് A, ഇത് B ആണെന്ന് വിചാരിക്കാം. എക്കാണോ ബിക്കാണോ മിനിമം വാല്യൂ വരിക? എക്കാണോ വരിക, ബിക്കാണോ മിനിമം വാല്യൂ വരിക? ബിക്ക് ബിക്ക് വരും അല്ലേ, നെഗറ്റീവ് വാല്യൂസ്. ഇതിപ്പോൾ ഒരു -3 -5ഉം ഇതൊരു -10 -15 ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം -3 + -5 പറഞ്ഞാൽ -8 വരും, മറ്റത് -10 + -15 എന്ന് പറഞ്ഞാൽ -25 വരും. അപ്പോൾ ഇതാണ് മിനിമം. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് പോവാണ്, അപ്പോൾ ഇത് അൺബൗണ്ടഡ് ആയിട്ട് താഴോട്ട് പോവാണ്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ അതാ അവിടെ ഉദ്ദേശിക്കുന്നത്, അത് ഒന്നെങ്കിൽ നമുക്ക് നമ്മളെ പ്രോബ്ലത്തിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് എന്തുണ്ടാവും, ഒന്നെങ്കിൽ അൺബൗണ്ടഡ് ആയിട്ടുള്ള മിനിമം വാല്യൂ ഉണ്ടാവും, താഴോട്ട് തന്നെ പോകും, അല്ലെങ്കിൽ മിനിമം വിൽ ബി അറ്റൈൻഡ് അറ്റ് ദ വെർട്ടിസസ് ഓഫ് SF. അതായത് SF-ന്റെ വെർട്ടിസസിലായിരിക്കും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, if f(x) is minimum at more than one of the vertices of SF, then it is minimum at all those points which are the convex linear combination of the vertices. ഇത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ വരച്ച ഫിഗർ നോക്കാം. ഓക്കെ, ഈ മഞ്ഞയിൽ കാണുന്ന റീജിയനാണ് നമ്മൾ SF, അതായത് നമ്മളെ അടുത്തുള്ള ഒരു LPPൻ്റെ സൊല്യൂഷൻസ് അടങ്ങുന്ന പോയിന്റ്സ്, ഈ മഞ്ഞ മാത്രം, അതായത് ഈ ഒരു പോളിഗൺ ABCD എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെടുന്ന പോയിന്റ്സ്. അപ്പം ഇവരെന്താ പറയുന്നത് വെച്ചാൽ, ഈ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, സപ്പോസ് നമുക്ക് ഈ മിനിമം വാല്യൂ, ഈ f(x)ന്റെ മിനിമം വാല്യൂ ഒരു ഒറ്റ പോയിന്റിൽ തന്നെ വന്നോണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ A ഒരു പോയിന്റ്, നിങ്ങൾക്ക് B ഒരു വേറൊരു പോയിന്റ്, C ഒരു പോയിന്റ്, D ഒരു പോയിന്റ്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എയിലും ബിയിലും ഒരേ മിനിമം വാല്യൂ -5 കിട്ടിയെന്നായിരിക്കും, ബാക്കി മറ്റേത് 10ഉം 1 -3 കിട്ടിയെന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്ത് മിനിമം വരുന്നുണ്ട് അല്ലേ, -5 രണ്ട് വെർട്ടിസസിൽ, അതായത് ഈ വെർട്ടിസസിൽ സപ്പോസ് മിനിമം കിട്ടി, ഇതിൽ മിനിമം കിട്ടി. അതാണ് f(x)ന്റെ വാല്യൂ ഞാൻ പറയുന്നത് കേട്ടോ. f(x)ന്റെ വാല്യൂ നമുക്ക് മിനിമം കിട്ടി ഈ രണ്ട് സ്ഥലത്തും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഇവരെന്താ പറയുന്നത് വെച്ചാൽ, ഈ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ പോയിന്റ്സിലും, അതായത് ഈ എൻ്റെയും ബിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന എല്ലാ പോയിന്റ്സിലും ഈ സെയിം മിനിമം അറ്റൈൻ ചെയ്യും. ഓക്കെ, അതാണ് ഈ റിസൾട്ട് പറയുന്നത്. എൻ്റെയും ബിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഈ കാണുന്ന ലൈൻ, ഇതിൽ വരുന്ന എല്ലാ പോയിന്റ്സിൻ്റെയും ബ്ലാക്ക് ലൈൻ, ഇതിൽ വരുന്ന എല്ലാ പോയിന്റ്സിലും ആ സെയിം മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അതാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എന്ന് പറയാം, അത് ചെറിയ പ്രൂഫാണ് അത്. എന്നിട്ട് നമുക്ക് സിംപ്ലക്സിലേക്ക് പോകാം. അപ്പം ഇത് എന്താ പറയുന്നത് വെച്ചാൽ, അതെ, അപ്പോൾ സപ്പോസ് വി അസ്യൂം ദാറ്റ്, ഇത് ഡിസ്കസ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ അല്ല, ഇൻ ഡയമെൻഷനിലാണ്. നിങ്ങളുടെ അടുത്തൊരു സൊല്യൂഷൻ സ്പേസ് ഉണ്ട് SF, ഫീസിബിൾ റീജിയൻ ഉണ്ട് SF, ആൻഡ് x1 x2 etc xk be the vertices of SF. x1 x2 etc എന്ന് പറഞ്ഞാൽ ആ SF-ന്റെ വെർട്ടിസസ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ 2 ഡയമെൻഷണൽ SF ആണെങ്കിൽ ഈ കാണുന്ന വെർട്ടിസസ്, ഇപ്പോൾ 3 ഡയമെൻഷനിലെ പ്രിസം പോലത്തെ സാധനമാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ഈ കാണുന്ന പോയിന്റ്സ് ഒക്കെ അതിൻ്റെ വെർട്ടിസസ് വരാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം x1 x2 etc xk be the vertices of SF where f(x) is minimum. അതായത് എല്ലാ പോയിന്റ്സും സപ്പോസ് മിനിമം കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ റിസൾട്ട് പറയുന്നത് വെച്ചാൽ, ഇവരുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലും ആ മിനിമം അറ്റൈൻ ചെയ്യും. അതായത് f(x)ന്റെ വാല്യൂ നമുക്ക് മിനിമം ആയിട്ട് കിട്ടുന്ന പോയിന്റ്സ് ഒരുപാടെണ്ണം ഉണ്ട്. രണ്ട് സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം നമുക്ക് അതേ മിനിമം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ജനറലായിട്ട് പ്രൂവ് ചെയ്യാണ്. 2 പോയിന്റ്സിൽ എടുക്കുന്ന ഇവിടെ k പോയിന്റ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് k പോയിന്റ്സിൽ നമുക്ക് സെയിം മിനിമം വാല്യൂ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്ന പറയുന്നത്. അപ്പം സെയിം മിനിമം വാല്യൂ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ ലെറ്റ് y be the convex linear combination of all these xi. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് y എന്ന് പറഞ്ഞാൽ സമ്മേഷൻ r = 1 to k br xr ആയിരിക്കും, വേർ സമ്മേഷൻ i = 1 to k br = 1.
വേർ ബി ആർ അല്ല ബീറ്റ ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പം ഈ പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ എഴുതാം? രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു അപ്പോൾ x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x2 വേർ 0 ലെസ് ദാൻ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ വരും x എന്ന് പറഞ്ഞ ഈ രണ്ട് പോയിന്റ്സിൻ്റെയും. പക്ഷേ എൻ്റെ ഒരു കെ ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ ഇതുപോലെ എഴുതാം നമ്മൾ. അതായത് y എന്ന് പറഞ്ഞാൽ β1 x1 പ്ലസ് β2 x2 എക്സെട്ര പ്ലസ് സം ബീറ്റ ആർ എക്സ് ആർ വേർ ബീറ്റേൻ്റെ വാല്യൂ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഓൾസോ സമ്മേഷൻ i ഈക്വൽ 1 ടു k ബീറ്റ ആർ എന്ന് പറഞ്ഞാൽ 1, അതായത് മൊത്തം ബീറ്റ ഐസും കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. അത് ഇതിൻ്റെ ജനറലൈസേഷൻ ആണ്. ഇത് കേസ് നിങ്ങൾക്ക് കാണാം ലാംഡയും 1 മൈനസ് ലാംഡയും കൂട്ടി എന്താ വരിക? അതായത് ബീറ്റ ആറിന് നിങ്ങൾ 2 കൊടുത്താൽ ഈ കേസാണ് കിട്ടുക നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ ആൻഡ് ഓൾസോ സിൻസ് അവർ എഫ് ഇസ് ലീനിയർ ഫംഗ്ഷൻ, കാരണം നമ്മളെ ഫംഗ്ഷൻ ലീനിയർ ആണ് ഇവിടെ, കാരണം നമ്മൾ LPP എടുക്കുന്നത് എഫ് ഓഫ് എക്സും നമ്മുടെ കോൺസ്ട്രെയിൻസ് GIXകളെല്ലാം ലീനിയർ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഈ സമ്മേഷനാണ്. അപ്പോൾ β1 x1 എക്സെട്ര പ്ലസ് βk xk എന്ന് കിട്ടും. ലീനിയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? β1 ടൈംസ് എഫ് ഓഫ് x1 പ്ലസ് β2 ടൈംസ് എഫ് ഓഫ് x2 എക്സെട്ര βk ടൈംസ് എഫ് ഓഫ് xk എന്ന് കിട്ടും. ആൻഡ് സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് സമ്മേഷൻ. ഇതിനൊക്കെ നമ്മൾ എഫ് ഓഫ് x1 എന്ന് കൊടുക്കും, കാരണം ഓൾറെഡി നമുക്ക് അറിയാം എല്ലാം സെയിം ആണ്. ഇവിടെ നമുക്കറിയാം എല്ലാം സെയിം ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എഫ് ഓഫ് x1 തന്നെ കൊടുത്തു ഞാൻ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്താ കിട്ടും? എഫ് ഓഫ് x1 കോമൺ എടുക്കുകയാണെങ്കിൽ സമ്മേഷൻ k ഈക്വൽ i ഈക്വൽ 1 ടു k ബീറ്റ ആർ കിട്ടും. ഐ അല്ല, ഈക്വൽ 1 ടു k ഐ അല്ല, സോ എന്താ ബീറ്റ ഐ മേ ബി ബീറ്റ ആർ അല്ല. സമ്മേഷൻ അവിടെ എന്താ ഇത്? ആർ ആണ് യൂസ്. ഓക്കെ, സോ യൂസ് ആർ. let us use r. So this is r not I. Summation r equal 1 to k beta r f of x1 equal to f of x1 എന്ന് കിട്ടും. പക്ഷേ ഈ സംഭവം 1 ആണ്, അതുകൊണ്ട് എന്ത് കിട്ടും? 1 ടൈംസ് എഫ് ഓഫ് x1, അതായത് എഫ് ഓഫ് വൈൻ്റെ വാല്യൂ 1 ആണെന്ന് തന്നെ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂം എഫ് ഓഫ് x1 തന്നെയാണെന്ന് കിട്ടും. അതായത് ഈ മിനിമം വാല്യൂ നമുക്ക് ഈ എല്ലാ പോയിൻറ്റ്സിൻ്റെയും കോമ്പിനേഷൻസിലും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായ വൈയിലും കിട്ടുമെന്നാണ് പറഞ്ഞത്. അതായത് ഒരു സ്ഥലത്ത് ഒന്ന് കൂടുതൽ പോയിൻറ്റ്സിൽ നമുക്ക് മിനിമം വാല്യൂ സെയിം മിനിമം വാല്യൂ കിട്ടിയാൽ ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും നമുക്ക് ആ മിനിമം വാല്യൂ കിട്ടും. ഇല്ലെങ്കിൽ ഒന്ന് കൂടുതൽ പോയിൻറ്റ്സിന്, അതായത് x1 x2 എക്സെട്ര xk എടുക്കുകയാണെങ്കിൽ k പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിലും സെയിം റിസൾട്ട് ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ജോമെട്രിക്കലി പറയുമ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് പോയിൻറ്റ്സിൽ നമുക്ക് മിനിമം കിട്ടുക, മാക്സിമം മിനിമം തന്നെ കിട്ടുകയാണെങ്കിൽ, സപ്പോസ് ഈ രണ്ട് പോയിന്റിൽ മിനിമം കിട്ടി, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഈ ലൈനിൽ ഉള്ള എല്ലാ പോയിൻറ്റ്സിലും നമുക്ക് ആ സെയിം മിനിമം കിട്ടും. അതാണ് പറയുന്നത്. ഓക്കെ, സോ നൗ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കിപ്പം SF എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ടല്ലോ, ഫീസിബിൾ റീജിയൻ, അവിടെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നിങ്ങൾ എടുക്കുകയാണ്, മിനിമൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻറ്റ് ax equal to b and x greater than equal to 0. A solution of 1 and 2 which optimizes the objective function is called an optimal solution. അതായത് നമുക്ക് വേണ്ട മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ആ മിനിമം മോസ്റ്റ് വാല്യൂ കിട്ടുന്ന എന്താ പറയുക, ആ എക്സൈസ്, ആ എക്സ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അത് ഏത് പോയിന്റിലാണ് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത്? ഒപ്റ്റിമൽ എന്ന ഇംഗ്ലീഷ് മീനിങ് തന്നെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, ദ ബെറ്റർ സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ, ആ രീതിയിൽ. അപ്പം അതിനാണ് നമ്മൾ ശരിക്കും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതായത് ആ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിൽ നിന്ന് എടുക്കുന്ന കുറച്ച് പോയിന്റ്സ്, ചിലപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിലേക്ക് നമുക്ക് വേണ്ട ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. സോ ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ ഇത് ഇങ്ങനെ വരച്ച് വെക്കാൻ കാരണം നമുക്ക് ആ മോട്ടിവേഷൻ പറയാൻ വേണ്ടി, എങ്ങനെയാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെത്തേഡാണ്. അത് ചെറിയ പ്രോബ്ലം അല്ല, കുറച്ചൊരു ലെങ്തി പ്രോബ്ലം ആയിരിക്കും എല്ലാ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ ആ പ്രോബ്ലം താഴോട്ട് മൊത്തം തെറ്റിപ്പോകും. അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഡിസ്കസ് ചെയ്യുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, സ്ലോലി ഇറ്റ് അപ്രോച്ചസ് ഫ്രം ഫീസിബിൾ സൊല്യൂഷൻ ടു എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ.
അങ്ങനെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ പോളിടോപ്പിൻ്റെ ഒരു രൂപം നിങ്ങൾ മനസ്സിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ എൻ്റെ കേസർ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് വരും, അടുത്ത ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് വരും, പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് അവസാനം നമുക്ക് വേണ്ട മിനിമം മോസ്റ്റ് പോയിന്റ് താഴെയുള്ള ഈ പോയിന്റ് സപ്പോസ് ഇതാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിലേക്ക് വരും. അങ്ങനെ ജമ്പ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഈ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഒരു സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടും പറയാം. അപ്പോൾ ആദ്യം നമ്മൾ നേരിട്ട് പറയും, എന്നിട്ട് പിന്നെ നമ്മൾ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക കൂടി പറയാം. അപ്പം അതിനു മുമ്പ് can you tell me what is actually a basic solution? How do you find a basic solution for this system? എങ്ങനെ നമ്മൾ ബേസിക് സൊല്യൂഷൻ കാണാം ഈ സിസ്റ്റത്തിൻ്റെ? ബേസിക് സൊല്യൂഷൻ എങ്ങനെ കാണാം ഈ സിസ്റ്റത്തിൻ്റെ? നമ്മൾ ശരിക്കും എന്താ ചെയ്യുക വെച്ചാൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ആദ്യം ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫീസിബിൾ ആയിരിക്കണം. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ ആ റീജിയനിൽ വരുന്നൊരു പോയിന്റ് ആയിരിക്കണം, അതൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കണം. അപ്പോൾ ബേസിക് സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സൊല്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യൽ നിങ്ങൾ ഡിഗ്രിക്ക് ന്യൂമറിക്കൽ മെത്തേഡ് പഠിച്ചിട്ടുണ്ടോ? ന്യൂമറിക്കൽ മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ ബൈസെക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ആദ്യം അസ്യൂം ചെയ്യും ഇനീഷ്യൽ സൊല്യൂഷൻ ആയിട്ട്, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകും അല്ലേ? ബൈസെക്ഷൻ മെത്തേഡിലൊക്കെ അതേപോലത്തെ ടെക്നിക്കാണത്. ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സൊല്യൂഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിന് ആൻസർ പല ഭാഗത്തേക്കും പോകും. അപ്പോൾ നിങ്ങൾ ആ ന്യൂമറിക്കലിൽ തന്നെ നമുക്ക് വേറൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല, ഫ്രങ്കിക്കുട്ടയല്ല, വേറൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, ന്യൂട്ടൺ റാപ്സൺ ആണെന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ അകത്ത് ഏതൊന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മളെ സൊല്യൂഷൻ ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഉദ്ദേശിച്ച സൊല്യൂഷനിലേക്ക് കൺവേർജ് ആയിക്കോണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ആ കണ്ടീഷൻ കൂടി നോക്കിയിട്ട് നമ്മൾ സൊല്യൂഷൻ ചൂസ് ചെയ്യാം, ഇനീഷ്യൽ സൊല്യൂഷൻ ചൂസ് ചെയ്യാം. അതേപോലെ ഇവിടെയും നമ്മൾ ഇനീഷ്യൽ സൊല്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ് ചൂസ് ചെയ്യാം. ഒരു ഓരോ സ്റ്റെപ്പിലും പുതിയ സൊല്യൂഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, എന്നിട്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പറയാം. അല്ല, എന്തായാലും എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് സൊല്യൂഷൻ കാണുക? അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ ബേസിക് സൊല്യൂഷൻ കാണുക ഈ തന്നിരിക്കുന്നതിൻ്റെ നമ്പർ ഓഫ് വേരിയബിൾസും നമ്പർ ഓഫ് ഇക്വേഷൻസ് നോക്കാണ്ട് അത് മൈനസ് ചെയ്താണ്ട്, അപ്പോൾ 3 വേരിയബിൾസും 2 ഇക്വേഷൻസ് ആണെങ്കിൽ അത് മൈനസ് ചെയ്ത് ഒരു വേരിയബിളിന് 0 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ചിലപ്പോൾ കിട്ടുന്ന ഒരു വേരിയബിളിന് 0 കൊടുക്കുമ്പോൾ ബാക്കി 2 സൊല്യൂഷൻസും 2 ഇക്വേഷൻസും സോൾവ് ചെയ്താണ്ട് ബാക്കി 2 വാല്യൂസും കണ്ടെത്തുക. അപ്പം അതെന്ന് പറഞ്ഞാല് വെച്ചാല് നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനൻസ് ചില അടിച്ച് കാണിക്കുമ്പോൾ അത് നോൺ സീറോ ആണെങ്കിൽ അത് ഫീസിബിൾ ആണ്, ബേസിക് സൊല്യൂഷൻ. അപ്പോൾ ഈ കേസ് പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ. 2 ഇക്വേഷൻസ് ഉണ്ട്, 4 അൺനോൺസ് ഉണ്ട്. 1 2 3 4 x1 x2 x3 x4 4 അൺനോൺസ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്പർ ഓഫ് അൺനോൺസ് എടുക്കുക, അത് 4 ആണ്. 4 മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് 2, അപ്പോൾ 2 കിട്ടി. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് എന്താ പറയുക വേരിയബിൾസ് നിങ്ങൾ 0 അസൈൻ ചെയ്യാം. ഓക്കെ, സോ അവിടെ എഴുതിയിട്ടുണ്ട് ചൂസ് 4 minus 2 വേരിയബിൾസ് as zeros in such a way that the columns corresponding to the other variables form a non-singular matrix. അപ്പോൾ ഇത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇതിന് മെട്രിക്സ് ഫോമിൽ എഴുതുക ആദ്യം. അപ്പോൾ എന്താ വരിക? 1 2 2 1 1 0 0 1. ഈ മെട്രിക്സ് A ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 അല്ലേ, ഈക്വൽ ടു 1 2, ഈ ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 വേരിയബിൾസ് നമ്മൾ 0 ചൂസ് ചെയ്യണം. ഇൻ സച്ച് എ വേ ദാറ്റ് ആ 2 വേരിയബിൾസ് 0 ചൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കിട്ടുന്ന മെട്രിക്സ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ സപ്പോസ് x3ക്ക് ഞാൻ 0 കൊടുത്തു, x4ന് ഞാൻ 0 കൊടുത്തു വിചാരിക്കാം. പിന്നെ ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള x1 x2 ആണ്. ഈ x1 x2ൻ്റെയും 2 ഇക്വേഷൻസിലുള്ള കോഎഫിഷ്യൻസ് വെച്ചിട്ട് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വരിക?
x1ൻ്റെ കോഎഫിഷ്യൻസ് എന്താ പറയുക 1ഉം 2ഉം വരും. ഇവിടെ x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം 1ഉം വരും. ഈ മെട്രിക്സ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണോ എന്ന് നോക്കണം. അങ്ങനെ ആണോ നോക്കുക. എന്നിട്ട് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്നിട്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എന്നിട്ട് നമ്മൾ x1 x2 ഈക്വൽ ടു 1 2 സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് x1ൻ്റെ x2ൻ്റെയും വാല്യൂ കിട്ടും, x1ൻ്റെ വാല്യൂ കിട്ടും, x2ൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ഓൾറെഡി നമ്മൾ ഈ രണ്ട് x3ക്ക് x4ന് നമ്മൾ 0 എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന ഈ 4 പോയിൻറ്റ്സ് ഒരു 4 ട്യൂപ്പിളാണ് നമ്മളെ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ പറഞ്ഞത്. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇത് ശരിക്കും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ഒരു LPP ഉണ്ടായിരുന്നു, അതിൽ 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ SF എങ്ങനെയാണ് ഉണ്ടാവുക പറയാൻ പറ്റും. ഒരു LPP നിങ്ങളുടെ കയ്യിലുണ്ട്, ഓക്കെ. അതിൽ നിങ്ങൾ 4 വേരിയബിൾസ് LPPയിൽ, ഓക്കെ. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫീസിബിൾ റീജിയൻ എങ്ങനെയാണ് ഉണ്ടാവുക, അത് 4 ഡയമെൻഷണൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അല്ലേ. 4 ഡയമെൻഷണൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, ഓക്കെ. അപ്പം അതിപ്പോൾ ഒരു പോളിടോപ്പ് ആയിരിക്കാം, ഓക്കെ. അതിലൊരു പോളിടോപ്പ് ആയിരിക്കും. ഏതൊരു ഫിഗർ ആയിരിക്കും, സം ഫിഗർ, ഓക്കെ. ഇറ്റ് ഈസ് സം പോളിടോപ്പ്. അതിൻ്റെ ഒരു പോയിന്റ് ആണ് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് നമുക്ക് x1ൻ്റെ x2ൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടും. സപ്പോസ് നിങ്ങളിത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മിനിറ്റ്, ഇത് A ഇത് B എന്ന് കിട്ടി സപ്പോസ്. ബാക്കി രണ്ടും 0 ആണ്. അപ്പം ആ പോയിന്റ് ആണ് ഈ കിട്ടിയ A, B, 0 0. ഇതാണ് നിങ്ങളുടെ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എപ്പോഴും SF എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ്റെ കോർണർ പോയിന്റ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത ചിലപ്പോൾ സ്റ്റെപ്പ് ചാടും, ഈ പോയിന്റിലേക്ക് വരും. എന്നിട്ട് ഇവിടേക്ക് ചിലപ്പോൾ അടുത്ത ഈ മിനിമം കിട്ടും, നമുക്ക് f(x) നമുക്ക് ആവശ്യമുള്ള മിനിമം കിട്ടുക. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് തോന്നും ഇത് പോരാ, ചിലപ്പം ഇവിടേക്ക് ചാടിയാൽ കുറച്ചും കൂടി മിനിമം കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചാടും. അപ്പോൾ ഓരോ സ്റ്റെപ്പും ചാടി പോകുന്ന നമ്മളൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, അതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു വെർട്ടെക്സ് എന്നാണ്. ആ വെർട്ടെക്സ് ആണ് ശരിക്കും ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം, ഓക്കെ. അപ്പം ഇവിടെ അതെ, അപ്പോൾ നമ്മൾ x3 x4 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടി, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് x1 1ഉം x2 0 കിട്ടും. അപ്പോൾ ഇതൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. അത് ഈ എഴുതിയിരിക്കുന്ന. അപ്പോൾ ഇതൊരു ശരിക്കും നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് നിങ്ങൾ SF എന്ന റീജിയൻ്റെ ഒരു വെർട്ടെക്സ് ആണ്. അതായത് 1 0 0 0 എന്ന് പറഞ്ഞാൽ ആ ഒരു പോളിടോപ്പ് നിങ്ങൾ ആ ഫീസിബിൾ റീജിയൻ്റെ ഒരു വെർട്ടെക്സ് ആയിരിക്കും കാണും, ഓക്കെ. അപ്പോൾ നമ്മൾ അതെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വേറൊരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴിയല്ല, അത് എളുപ്പവഴി എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഈ ഇക്വേഷൻസ് നമ്മളതിൽ AX = B എന്ന ഇക്വേഷൻസിനെ ഒരു രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു കനോണിക്കൽ ഫോമിലാണെന്ന് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഡിസ്കഷൻ. അതായത് വാട്ട് യു മീൻ ബൈ കനോണിക്കൽ ഫോം ഓഫ് ഇക്വേഷൻസ്. അത് ഈ AX = B എന്ന ഇക്വേഷൻസ്, അതായത് നമ്മളിപ്പം നമ്മുടെ അടുത്തുള്ള മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ സപ്പോസ് ഇതായിരുന്നു നമ്മളെ 2 കൺസ്ട്രെയിൻസ്, അത് നമ്മൾ ഈക്വൽ ടു ആക്കി വെച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ AX = B ഉള്ള ഇക്വേഷൻസ്. അപ്പം ഇതിനെ എങ്ങനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്, ഓക്കെ. അത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ സിംപ്ലക്സിൽ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുക. പക്ഷെ അത് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു ലെങ്തി ആയി തോന്നും. പക്ഷേ ഇൻ ജനറൽ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റാണ്, അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കുക എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ AX = B ഫോമിൽ എഴുതി, ഓക്കെ. AX = B ഫോമിൽ എഴുതി. നമ്മളെ ഇക്വേഷൻസിന് AX = B ഒരു മെട്രിക്സ് ഫോമിൽ എഴുതി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ x3ക്കും x4നും ഞാൻ 0 കൊടുത്തു, ഓക്കെ. 2 വേരിയബിൾസ് നേരത്തെ പറഞ്ഞ 4 - 2 വേരിയബിൾസിന് 0 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശരിക്കും എന്താണ്, ഇതാണ് ഈ മെട്രിക്സ് കിട്ടും. അതായത് x1 x2ൻ്റെ കോഎഫിഷ്യൻസ് നോക്കിയാൽ ഈ മെട്രിക്സ് കിട്ടും, ഓക്കെ. അല്ല സോറി, x3 x4 0 കൊടുക്കണ്ട, ടൈം ബീങ് അതിലേക്ക് എത്തിയില്ല, വെയിറ്റ്. നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ മാറ്റി എഴുതാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ആദ്യം. ഒരു മിനിറ്റ്, നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി എഴുതാണ് ചെയ്യുന്നത്. അതായത് x1 + 2x2 ഒരു ഭാഗത്ത് വയ്ക്കാം, 2x1 + 2 ഈക്വൽ ടു 1 - x3, അതുപോലെ 2 - x4. ആ രീതിയിൽ നമ്മൾ മാറ്റി എഴുതി. അതെ,
കാരണം ഇവിടെ ഈ 1 - x3 2 - x4 ആണ്. അപ്പോൾ x4 ഇല്ലാത്തതിനെ കൊണ്ട് x4ൻ്റെ കോയഫിഷ്യൻ്റ് ഞാൻ 0 കൊടുത്ത് എഴുതിയാണ്. ഇവിടെ x3 ഇല്ലാത്തതിനെ കൊണ്ട് x3ൻ്റെ കോയഫിഷ്യൻ്റ് 0 കൊടുത്ത് എഴുതിയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഈ സംഭവം നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നത്, ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് x1 x2 എങ്ങനെ കാണാൻ പറ്റും? രണ്ട് ഭാഗത്തും ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ ഇൻവേഴ്സ് അല്ല, രണ്ട് ഭാഗത്തും ഈ മെട്രിക്സ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാം. ഇത് ഐഡൻറ്റിറ്റി ആയി പോവും. അതായത് 1 2 2 1 -1 ഈ മെട്രിക്സ് കൊണ്ട് രണ്ട് ഭാഗത്തും ഈ രണ്ട് ഇക്വേഷൻ്റെയും ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. ഇപ്പോൾ ഇവിടെ വെറും ഒരു x1 x2 എന്നൊരു കോളം വെക്ടർ മാത്രം വരും, ഈക്വൽ ടു ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റു ഈ ഒരു കോളം വെക്ടർ എന്ന് വരും. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, -1/3 2/3 2/3 -1/3 എന്ന് കിട്ടും. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം, 1 - x3 2 - x4 നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഫോമിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ x3ക്കും x4ഉം നിങ്ങൾ 0 കൊടുത്താൽ നിങ്ങൾക്ക് x2ഉം x1ഉം നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. x1 x2 നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിൻ്റെ കൂടെ ഞാനിവിടെ ജസ്റ്റ് ഇത് കോളം വെക്ടറാണ്, ഇത് മൾട്ടിപ്ലൈ ചെയ്തു, ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങനെ കിട്ടിയതാണ്. x1 x2 = ഇങ്ങനെ കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, ഈ x1 x3ക്കും x4നും 0 കൊടുക്കും. അപ്പോൾ ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? x1 x2 1 0 എന്ന് കിട്ടി. അതായത് x1 1 എന്നും x2 0 എന്നും കിട്ടി. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത സാധനം തന്നെ നമ്മൾ വേറെ രീതിയിൽ ചെയ്തെന്ന് മാത്രം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ രണ്ട് വേരിയബിൾസും 0 കൊടുക്കുക ഇൻ സച്ച് എ വേ ദാറ്റ് മറ്റേ വേരിയബിൾസിൻ്റെ മെട്രിക്സ് ഒരു ആവശ്യമുള്ള മെട്രിക്സ് ആവും. ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതന്നെ വേറെ രീതിയിൽ എഴുതിയെന്ന് മാത്രം. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു രീതിയിൽ, ഈ കാണുന്നൊരു രീതിയിൽ ഇതിനെ എങ്ങനെ എഴുതി, ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ ഈ രീതിയിൽ മാറ്റി എഴുതാം. അതൊന്നും ചെയ്തതല്ല, ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ. ആ ഇക്വേഷൻസ് ഇങ്ങനെയായിരുന്നു, x1 = 1 + 1/3 x3 - 2/3 x4 എന്നായിരുന്നു. അതുപോലെ x2 എന്ന് പറഞ്ഞാൽ 0 - 2/3 x3 + 1/4 x4 എന്നായിരുന്നു. ഇനി മുമ്പത്തെ സ്റ്റെപ്പിൽ താഴെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. വലത്ത് ഭാഗത്ത് നമ്മൾ കോൺസ്റ്റൻസ് ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുക, അത്രയേ ഉള്ളൂ. വലത്ത് ഭാഗത്ത് കോൺസ്റ്റൻസ് 1 0 ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുക. ബാക്കി എല്ലാ വേരിയബിൾസിലെ ടേംസും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം ഈ ഇക്വേഷൻ്റെ, അതായത് നമ്മൾ ആദ്യം തുടങ്ങിയ ഇക്വേഷൻ, സെറ്റ് ഓഫ് ഇക്വേഷൻസ് ax = b, നമ്മൾ ആദ്യം തുടങ്ങിയ ഈ ഇക്വേഷൻസ്, സെറ്റ് ഓഫ് ഇക്വേഷൻസ് ax = b, ഇതിൻ്റെ കനോണിക്കൽ ഫോമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിൻ്റെ കനോണിക്കൽ ഫോമാണ് ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ സംഭവം. ഇതിന് നമ്മൾ കനോണിക്കൽ ഫോം ഓഫ് ഇക്വേഷൻസ് പ്രൊവൈഡഡ്, ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു, ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റുന്നതിനാണ് നമ്മൾ കനോണിക്കൽ ഫോം എന്ന് പറയുക. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ രണ്ട് വേരിയബിൾസ് നമ്മൾ ഡിസൈഡ് ചെയ്തു, ആരെയാണ് പുറത്താക്കേണ്ടത്, ആരെയാണ് നമുക്ക് ആർക്കൊക്കെ നമ്മൾ 0 കൊടുക്കേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള എന്നിട്ട് ആ ഇക്വേഷനും ഈ രീതിയിൽ മാറ്റി എഴുതിയിട്ട് രണ്ട് ഭാഗത്തും ഈ നോൺ സിംഗുലർ മെട്രിക്സിന് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് x1 x2 എന്താണെന്ന് കിട്ടി. x1 x2 നമുക്ക് ഇങ്ങനെ കിട്ടി, 1 + 1/3 x3 - 2/3 x4 നും 0 - 2/3 x3 + 4/3 എന്നും കിട്ടി. എന്നിട്ട് ജസ്റ്റ് ഈ 1 0 ഒരു ഭാഗത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ വേരിയബിൾസിലെ ടേമും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മാറ്റി ചെയ്യുന്നതാണ് നമ്മൾ കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ, ഈ കേസിൽ കിട്ടിയ സൊല്യൂഷൻ ഇതായിരുന്നു. അതായത് x1ൻ്റെ വാല്യൂ നമുക്ക് 1ഉം x2ൻ്റെ വാല്യൂ നമുക്ക് 0ഉം കിട്ടി. അപ്പോൾ അതിനൊരു 4 ട്യൂപ്പിളായിട്ട് എഴുതുക. അതായത് x1ൻ്റെ വാല്യൂ എഴുതുക, x2ൻ്റെ വാല്യൂ എഴുതുക, പിന്നെ x3 x4 നമ്മൾ 0 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ശരിക്കും ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നമ്മുടെ LPPൻ്റെ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഓക്കെ, ഇതിലൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ x3ക്ക് 0 കൊടുത്തു, x4ന് 0 കൊടുത്തു. ഇതിന് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്ന് വിളിക്കും. ഓക്കെ, നോൺ ബേസിക് വേരിയബിൾസ് എന്ന് വിളിക്കും. x1 x2 നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിയ വാല്യൂ 1ഉം 0 ആയിരുന്നു. ഇതിന് നമ്മൾ x1 x2ന് നമ്മൾ എന്ത് വിളിക്കും?
ബേസിക് വേരിയബിൾസ് എന്ന് വിളിക്കും. ഈ രണ്ട് ടേംസും ഓർത്ത് വയ്ക്കുക, മറന്നു പോയത് അടുത്ത ക്ലാസ്സിലേക്ക്. അതായത് നമ്മൾ 0 കൊടുക്കുന്ന ആ ടേംസ് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്ന് വിളിക്കും. ഇതിന് നമ്മൾ ബേസിക് വേരിയബിൾസ് എന്ന് വിളിക്കും. ഈ സെറ്റിന് നമ്മൾ ബേസിസ് എന്നും വിളിക്കും. x1 x2 എന്ന സെറ്റിന് നമ്മൾ ബേസിസ് എന്നും വിളിക്കും. ഓക്കെ, ഈ സെറ്റിന് നമ്മൾ ബേസിസ് എന്നും വിളിക്കും. ശരി, ഓക്കെ. അപ്പോൾ ഈ കനോണിക്കൽ ഫോം കണ്ടുപിടിച്ചാൽ മനസ്സിലായോ എല്ലാവർക്കും? കനോണിക്കൽ ഫോം കണ്ടുപിടിച്ചാൽ മനസ്സിലായോ? കനോണിക്കൽ ഫോം കണ്ടുപിടിച്ചാൽ മനസ്സിലായോ? അതായത് നമ്മുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി തന്നെ പറയാം. കാരണം ഇത് മനസ്സിലായില്ല പിന്നെ മുമ്പോട്ട് ഒന്നും മനസ്സിലാവില്ല. കാരണം ഫർദർ നമ്മൾ പഠിക്കാവുന്ന 5-6 സെക്ഷനിൽ മൊത്തം ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഈ സിംപ്ലക്സ് മെത്തേഡാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നൊരു പോർഷൻ. അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു LPP നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരു LPP ആണ്. സേ മിനിമൈസ് f of x is equal to sum 2x1 plus 3x3 plus x4 subject to the conditions, say 2x1 plus 5x2 plus ഇത് x3 x4 അല്ല, x2 plus x3 less than equal to 3x1 minus 2x2 plus x4 greater than equal to 5. x1 x2 x3 x4 ഇതെല്ലാം ഇത് ഞാൻ 3 കൊടുക്കാം. എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് സപ്പോസ് നമ്മളെ LPP എന്ന് വിചാരിക്കും. ഇതിന് നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ഇതിന് നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഇതിന് ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എപ്പോഴും മിനിമൈസേഷൻ ആണ്. ഇവിടെ ഓൾറെഡി മിനിമൈസേഷൻ ആണ്, അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് സെയിം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്, നമ്മൾ എന്താ ചെയ്യുക? മിനിമൈസേഷൻ ആക്കുക. അതിന് നമ്മൾ മൈനസ് ഓഫ് f of x മാക്സിമൈസ് ചെയ്യാമെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമൈസേഷൻ മിനിമൈസേഷൻ ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ f of x നെഗറ്റീവ് എടുത്താൽ മതി. അതായത് -2x1 -3x2 -x3 എന്നാക്കുക. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ നമ്മൾ ആദ്യം എങ്ങനെ ആക്കും? പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഈക്വാലിറ്റി ആക്കണം. അതാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ അടുത്ത നമ്മൾ ആവശ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2x1 plus 5x2 plus x3 ഒരു പുതിയ ഇത് ലെസ് ദാൻ ഈക്വൽ ടു അതിനെ കൊണ്ട് ഈ ലെഫ്റ്റ് ഭാഗം ചെറുതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ അത് ഈക്വൽ ടു ആവും. ആ ആഡ് ചെയ്യുന്ന ഭാഗം നമ്മൾ x4 എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ഈക്വാലിറ്റി ആയി. രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലത്ത് ഭാഗത്ത് ചെറുതും ഇടത്ത് ഭാഗത്ത് വലുതുമാണ്. അപ്പം ഇടത്ത് ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്നും സബ്ട്രാക്ട് ചെയ്താൽ രണ്ട് ഭാഗവും ഈക്വൽ ആവും. അതിന് ഞാൻ x5 എന്ന് വിളിക്കുന്നു ആ ക്വാണ്ടിറ്റീനെ. അപ്പോൾ രണ്ടും ഈക്വൽ ടു ആയില്ലേ? ഇതിന് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ സ്ലാക്ക് എന്ന് വിളിക്കും. ലെസ് ദാൻ ഈക്വൽ ടുൻ്റെ കേസിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ സ്ലാക്ക് എന്ന് വിളിക്കും. മൈനസ് ചെയ്യുന്നത് നമ്മൾ സർപ്ലസ് എന്ന് വിളിക്കും. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും എല്ലാം സ്ലാക്ക് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് എക്സ്ട്രാ കിട്ടി. ഇപ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇക്വേഷൻ എങ്ങനെയായി? x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ x1 ഈ ഇതിൻ്റെ കൂടെ രണ്ട് വേരിയബിൾസ് നമ്മൾ പുതിയ ആഡ് ചെയ്തല്ലോ, അതും കൂടി പോസിറ്റീവ് ആക്കി എഴുതുക. പോസിറ്റീവ് ആവണം, എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഈ ഒരു ഇതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് LPP എന്ന് പറയാം. നമ്മൾ LPPൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ സിംപ്ലക്സ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഒരു എക്സ് കിട്ടണം. എക്സ് എന്ന് എന്താണ്? x1 x2 x3 x4 x5 എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടണം. ഓക്കെ, ഇതിൽ 5 വേരിയബിൾസ് ഉണ്ട്. ഇത് 5 ഡയമെൻഷണൽ കേസുള്ള ഡിസ്കഷൻ. 5 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്, നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെ കിട്ടണം. അതായത് ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് കിട്ടണം ഫോർ വിച്ച് നിങ്ങൾക്ക് ഏറ്റവും മിനിമം മോസ്റ്റ് വാല്യൂ ഓഫ് ഈ ഫംഗ്ഷൻ കിട്ടണം. ഓക്കെ, മിനിമം മോസ്റ്റ് വാല്യൂ ഓഫ് ഈ ഫംഗ്ഷൻ കിട്ടുന്ന ഇത്രയും കുറേ പോയിന്റ്സ് കിട്ടണം. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം, അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ കണ്ടീഷൻസ്, ഈ തന്നിരിക്കുന്ന 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ സച്ച് പോയിന്റ്സിനും നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ വിളിക്കുക ഫീസിബിൾ റീജിയൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാലും ഇതിൽ തന്നെ പറയാം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന മൊത്തം പോയിന്റ്സ് നമ്മൾ എന്ത് പറയും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൊത്തം റീജിയനിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ,
ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എല്ലാവരും നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. അത് ഇങ്ങനത്തെ കുറേ പോയിന്റ്സ് ഉണ്ടാവും, അവർ ഈ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനത്തെ പോയിന്റ്സ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടതിന് ശേഷം നമുക്ക് പക്ഷേ ഈ സിംപ്ലക്സ് മെത്തേഡ് വർക്ക് ചെയ്യണമെങ്കിൽ, സിംപ്ലക്സ് മെത്തേഡ് എന്ന മെത്തേഡ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഫീസിബിൾ റീജിയൻ ഇപ്പോൾ 5 ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കൺസിഡർ ചെയ്യാം? നമുക്ക് നേരത്തെ കിട്ടിയ പോളിടോപ്പ് പോലത്തെ എന്തെങ്കിലും റീജിയൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു പെട്ടി പോലത്തെ എന്തോ ഒരു സാധനമായിരിക്കും ഒരു പോളിടോപ്പ് റീജിയൻ, ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റ്സും ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. ഇതിലൊരു പോയിന്റ് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 5 ഡയമെൻഷനിൽ ഇതാണ് നമ്മൾ ആ വെർട്ടെക്സ് x4 x5. അപ്പോൾ നിങ്ങൾ 2 ഡയമെൻഷനിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് എന്താ 2 വേരിയബിൾസ് അല്ലേ വരും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരുമല്ലോ. അതുപോലെ 5 ഡയമെൻഷനിൽ 5 കോർഡിനേറ്റ് വരുമല്ലോ അങ്ങനെ. അപ്പം ഇങ്ങനത്തെ റീജിയൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പോയിന്റ് കിട്ടണം. ഈ പോയിന്റ് അല്ലെങ്കിൽ വേർട്ടിസസ് കിട്ടണം. ഈ വേർട്ടിസസിലാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വേർട്ടിസസ് കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത പരിപാടി അതിനാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീസിബിൾ ആണ്, ഈ കോൺവെക്സ് പോളിടോപ്പിലുള്ള പോയിന്റ് ആയതുകൊണ്ട് ഫീസിബിൾ സൊല്യൂഷൻ ആണ്, പക്ഷേ അത് ബേസിക് സൊല്യൂഷനും കൂടി ആവണം. ഈ ബേസിക് സൊല്യൂഷൻ ആവാൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതാണ് ചെയ്യുക. നമുക്ക് എത്ര ഇക്വേഷൻ ഉണ്ട് നോക്കാം. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്, 5 അൺനോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ 5 - 2 നമ്പർ ഓഫ് വേരിയബിൾസ് നമ്മൾ 0 ആയിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ഈ കേസ് സപ്പോസ് ഞാൻ x3ക്ക് ഞാൻ 0 കൊടുത്തു. ഓക്കെ, x3ക്ക് ഞാൻ 0 കൊടുത്തു, x4ന് ഞാൻ 0 കൊടുത്തു, x5ന് ഞാൻ 0 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ബാക്കി ഉണ്ടാവുക 2x1 + 5x2 താഴെ 3x1 - 2x2 = 3 = 5 എന്നുണ്ടാവും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മളിത് ചൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. വെറുതെ നമ്മൾ ചൂസ് ചെയ്താൽ പോരാ. ഇത് ചൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ്, അതായത് x1 x2 എന്ന് കിട്ടുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എടുക്കുക. എന്നിട്ട് അത് വെച്ചൊരു മെട്രിക്സ് ഉണ്ടാക്കുക. അതുപോലെ സെയിം x1 x2 3 2 3 കോളമാക്കി ചെയ്താൽ 5 - 2 ചെയ്താൽ ഈ മെട്രിക്സ് ശരിക്കും ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണീക്ക് സൊല്യൂഷൻ കിട്ടും ഈ x1 x2. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്താൽ നമുക്ക് സപ്പോസ് ഒരു a b എന്ന് 2 വാല്യൂ കിട്ടിയായിരിക്കും. x1 a എന്നും കിട്ടി, x2 b എന്നും കിട്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, x1 = a, x2 = b, പിന്നെ ഈ 3 0 കൊടുത്താണല്ലോ, x3 x4 x5. ഇതിനെയാണ് നമ്മളൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതിനാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് പോകും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക, ഇത് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിന് വേറെ രീതിയിൽ മാറ്റി എഴുതുന്നത് മാത്രം. അപ്പോൾ ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ കിട്ടിയിരിക്കുന്ന ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന x1 x2നെ ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം വലത്ത് ഭാഗത്ത് കിട്ടും. 3 - x3 - x4, പിന്നെന്താ 3x1 - 2x2 = 5 - x3 + x5. ഇങ്ങനെ എഴുതി. ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ x3 x4 x5നാണ് 0 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ ആ ടേംസ് ഒക്കെ വലത്ത് ഭാഗത്തേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇത് ഒരു മെട്രിക്സ് ഫോമിലേക്ക് നിങ്ങൾ ഇതിനെ ഇനി എഴുതുകയാണെങ്കിൽ, ഇതിനൊരു മെട്രിക്സ് ഫോമിലേക്ക്, ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 5 3 - 2 എന്ന മെട്രിക്സ് മൾട്ടിപ്ലൈഡ് ബൈ x1 x2 എന്ന കോളം ഈസ് ഈക്വൽ ടു എ കോളം. ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇത് ഒറ്റ എലിമെൻ്റ് ആണ്. 3 - x3 - x4 എന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു വാല്യൂ ആണ്, x3 + x5. ഇത് 2/2 മെട്രിക്സ് ആണ്. ഇത് 2/1 മെട്രിക്സ് ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? 2/1 മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്, അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ബേസിക് സൊല്യൂഷനിൽ. അപ്പോൾ ഇങ്ങനെ ഇത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 5 3 - 2 ഇൻറ്റു x1 x2 = എന്താ കിട്ടുക? 2 5 3 ഇടക്കത് സ്റ്റക്കാവും. 2 5 3 - 2 ഇൻറ്റു 3 - x3 - x4 5 - x3 + x5 എഴുതുക. ഇതിൻ്റെ ഇൻവേഴ്സ് ഉണ്ട്. അപ്പം ഇത് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ഭാഗത്ത് എന്താവും? ഇത് i ആയി പോകും. i ഇൻറ്റു x1 x2. i എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ i എന്താ? 1 0 0 1.
അപ്പോൾ ഇത് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? നമുക്ക് ഇത് തന്നെ കിട്ടുക, x1 x2 എന്ന കോളം വെക്ടർ തന്നെയാണ് കിട്ടുക. വലത്ത് ഭാഗത്ത് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. അതായത് ഇതിനെ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഇതിന് ഇൻവേഴ്സ് കണ്ടിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 2/2 മെട്രിക്സ് ആണ്, ഇത് 2/1 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ കോളം വെക്ടറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം വേറെ ഉണ്ടാവും. ഈ കോൺസ്റ്റൻറ്റ് ടേമിനെ മാത്രം വലത്ത് ഭാഗത്തേക്ക് മാറ്റി എഴുതിയിട്ട് ബാക്കിയുള്ള ഈ വേരിയബിൾസ് വരുന്ന എല്ലാ ടേമും തിരിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ ആക്കുക. ഓക്കെ, തിരിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ ആക്കുക. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുമ്പോഴാണ് നമുക്ക് കനോണിക്കൽ ഫോം കിട്ടുന്നത്. ഞാൻ ഇവിടെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഇവിടെ വരെ എത്തി, ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇവിടെ ഇൻവേഴ്സ് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ആയി പോകും, ഐ മെട്രിക്സ് ആവും. ഐ ഇൻറ്റു എന്ന് പറഞ്ഞാൽ സെയിം മെട്രിക്സ് വരും. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഈ മെട്രിക്സ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഈ ടേം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -1/3 ഇൻറ്റു 1 - x3 പ്ലസ് 2/3 ഇൻറ്റു 2 - x4 അത് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ എൻട്രി പറഞ്ഞാൽ 2/3 ഇൻറ്റു 1 - x4 -1/3 ഇൻറ്റു 2 - x4 അതാണ് ഈ സെക്കൻഡ് ടേം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇത് നമുക്ക് x1 x2 ഇസ് ഈക്വൽ ടു, ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക, ഈ കാണുന്ന ടേംസ് സിംപ്ലിഫൈ ചെയ്യുക, മൊത്തം ഈ രീതിയിൽ കിട്ടും, രണ്ട് ഇക്വേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത് വെച്ചാൽ ഈ വലത്ത് ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുക, x1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1/3 x3 മൈനസ് 2/3 x4 എന്ന് കിട്ടി. അതുപോലെ x2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? 0 മൈനസ് 2/3 x3 പ്ലസ് x4/3 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം x3ക്ക് 0 x4ന് 0 കിട്ടിയാൽ നമുക്ക് സൊല്യൂഷൻ തന്നെ കിട്ടുന്നത്. നമ്മൾ മുകളിൽ നമുക്ക് 1 0 കിട്ടി, അതന്നെ ഇവിടെ കിട്ടും. x3ക്ക് 0യും x4ന് നിങ്ങൾ 0 കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ശരിക്കും x1 x2ൻ്റെ വാല്യൂ തന്നെയാണ്, 1 0 തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും ചെയ്തതിന് ശേഷം ഈ കോൺസ്റ്റൻറ്റ് ടേംസ്, ഈ കാണുന്ന 1ഉം 0ഉം വലത്ത് ഭാഗത്ത് തന്നെ വെക്കുക, RHSൽ വെക്കുക. എന്നിട്ട് ഈ വേരിയബിൾസ് അടങ്ങുന്ന ടേംസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ x1 മൈനസ് 1/3 x3 പ്ലസ് 2/3 x4 ഇസ് ഈക്വൽ ടു 1, x2 പ്ലസ് 2/3 x3 മൈനസ് x4/3 ഈക്വൽ ടു 0 എന്ന് വരും. 2/3 x3 മൈനസ് x4/3 ഈക്വൽ ടു 0 വരും. ഇതിനാണ് നമ്മൾ കനോണിക്കൽ ഫോം എന്ന് വിളിക്കുക. എന്തിൻ്റെ കനോണിക്കൽ ഫോം? ഇതിന് നമ്മൾ കനോണിക്കൽ ഫോം, എന്തിൻ്റെ കനോണിക്കൽ ഫോം? ഈ സെറ്റ് ഓഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ തുടങ്ങിയ ഇക്വേഷൻസ്, ഈ റെഡിൽ ബ്രാക്കറ്റിൽ ഈ യെല്ലോ ബ്രാക്കറ്റിൽ ഇതിൻ്റെ കനോണിക്കൽ ഫോം എന്ന് വിളിക്കും. ഓക്കെ, അതാണ് കനോണിക്കൽ ഫോം. ഓക്കെ, ഡു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ മനസ്സിലായോ? മനസ്സിലായി. ഒന്നുകൂടി ക്ലാസ് കണ്ടാൽ ക്ലിയർ ആവും. അത്ര അധികം ഡിഫിക്കൽട്ട് ആയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെ കനോണിക്കൽ ഫോം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പിന്നെ സിംപ്ലക്സ് മെത്തേഡിൻ്റെ ഒരു ഭാഗമാണ് ഈ കനോണിക്കൽ ഫോം കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും 15 കാലമായി, എനിക്കിന്നിപ്പോൾ ഒരു ഊട്ടിക്ക് പോകാനുണ്ട്. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഞാനിത് കണ്ടിന്യൂ ചെയ്യാം. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, എപ്പോഴെങ്കിലും വൈകുന്നേരം നോക്കട്ടെ. കാരണം അല്ല എന്താ വെച്ചാൽ ഇത് ബ്രേക്കായി പോയി പിന്നെയും, അല്ല കുഴപ്പമില്ല, അടുത്ത ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഈ ക്ലാസ് കണ്ടാലും മതി. ഞാൻ ഈ സിംപ്ലക്സ് മെത്തേഡ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, അപ്പം അത് തീരില്ല, സമയം എടുക്കും. തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ക്ലാസ് കണ്ട് പക്കയാക്കി വെക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്ത കാര്യങ്ങളും ക്ലാസ് കാണാം എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ച ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും. ഓക്കെ, ഓരോരുത്തരോട് ഞാൻ ചോദിക്കും കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ റിട്ടേൺ എക്സാം തരുന്ന ഒരു മീനിങ് ഇല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് അറിയണം, അതിനുവേണ്ടി അത് ചെയ്യുന്നത്. പിന്നെ ആ മാർക്സ് നിങ്ങൾ ഇൻറ്റേർണൽ മാർക്സിലൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. എന്തായാലും ഞാൻ അൺലിസ്റ്റഡ് ആയിട്ട് ഇനി ഇടാൻ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആർക്ക് ക്ലാസ് കറക്റ്റ് കാണുന്നുണ്ടെന്ന്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരെല്ലാവരും കാണുക, ഓൾജിബ്രേൻ്റെ ക്ലാസ് കാണുക. ഓൾജിബ്രേൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാനുണ്ട്. ഓൾജിബ്ര നിങ്ങൾ കഴിഞ്ഞ വർഷം
എത്ര വരെ ഫുൾ പോർഷൻസും സാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ കംപ്ലീറ്റ് ആൾജിബ്രയിൽ? നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക് എന്താ അതിൻ്റെ അകത്ത്? റിങ്സ് കേട്ടില്ല. റിങ്സ് ഓഫ് പോളിനോമിയൽ റിങ്സ്. ഓക്കെ പോളിനോമിയൽ റിങ്സ് കണ്ടിട്ടല്ലേ? ഓക്കെ. ഹോമോർഫിസംസ്, ഇവാലുവേഷൻ ഹോമോർഫിസം എന്താ അറിയോ നമുക്ക്? കേട്ടിട്ടുണ്ടോ? ഹോമോർഫിസംസ് ഒക്കെ പഠിച്ചു, റിംഗ് ഹോമോർഫിസം ഒക്കെ പഠിച്ചല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഞാൻ മിക്കവാറും ഞാൻ ഇന്ന് ഓൾജിബ്ര എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ നടന്നില്ല. അപ്പം എനിവേ ടുമാറോ ആൻഡ് ഡേ ഓഫ് ടുമാറോ ഞാൻ ക്ലാസ് ഇട്ടിരുന്നുണ്ട്. ഞാൻ മിക്കവാറും ORൻ്റെ ക്ലാസ് നോക്കട്ടെ. ORൻ്റെ നമുക്ക് എന്തായാലും ഇത് ലൈവ് തന്നെ വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ചിലപ്പം ഞാൻ ഓൾജിബ്രേൻ്റെ ഒരു ക്ലാസ് ചിലപ്പോൾ ഇടാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. അല്ലെങ്കിൽ നാളെ ശനി ഞായറുമാണ്. എന്തായാലും ഈ ആഴ്ച മിസ്സായ ചില ക്ലാസ്സുകളുണ്ട്, അപ്പോൾ അത് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. റെക്കോർഡറായിട്ട് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ തിങ്കളാഴ്ചത്തെ നിങ്ങൾ എന്തായാലും OR പ്രിപ്പയർ ചെയ്യും. ഓക്കെ. ഈ ക്വിസായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ മറ്റേ എന്താ പറയുക ടീച്ച്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എക്സാം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ക്ലാസ് കാണാതെ നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, എല്ലാം കൂടി എടുത്ത് പഠിക്കാൻ നടക്കുന്ന കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഇടുന്ന ക്ലാസ്സുകളെങ്കിലും കാണുക. നിങ്ങൾ ക്ലാസ് ഇടുന്ന വളരെ കുറവാണ്. അത്ര നിങ്ങൾക്ക് ക്ലാസ് ഇപ്പോൾ സാറ് ഞങ്ങൾ ഈ ആഴ്ച ഇട്ടിട്ടില്ല, കാരണം കുറവാണ്. ഈ മാസം മൊത്തം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് ഇടാൻ പറ്റിയില്ല. സോ ഇട്ട ക്ലാസ്സുകൾ നിങ്ങൾ കാണുക ക്ലിയർ ആയിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരോടും പറയാം, ലൈവ് ക്ലാസ് ഉണ്ടാവും, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാൻ പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാരണം നിങ്ങൾ 5 പേരെ ഇപ്പോൾ ക്ലാസ്സിലുള്ളത്, ബാക്കി ആരും ഇല്ല. 15 പേര് ക്ലാസ്സിലുണ്ട്, 10 പേര് ഇല്ല. ഓക്കെ. അപ്പം അതാണ് സംഭവം. അത് പറയണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി, പക്ഷേ